ടർക്കിഷ് ഓർഗൻസ, അതും നല്ലൊരു ക്രഷ് ഫീൽ വന്നിരിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. പൗഡർ ബ്ലൂ ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. അതിൽ ഹാൻഡ് വർക്ക് ആണ്, ഫുൾ ഹാൻഡ് മെയ്ഡിൽ ആ ഒരു ലക്നോയി ചിക്കൻകാരി വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂവിൽ ഒരു ഓഫ് വൈറ്റിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്ന സാരി. നമുക്കൊരു ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷന്, ബേബി ബോയ് ഒക്കെ ആണെങ്കിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ആ ഒരു സോഫ്റ്റ് കളറിൽ പൗഡർ ബ്ലൂ ടോണിൽ ക്രഷ്ഡ് ആ ഒരു ടർക്കിഷ് ഓർഗൻസ ആണ് സാരി ഫുൾ വന്നിരിക്കുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരി. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ഹാൻഡ് വർക്കിന് ലക്നോയി ചിക്കൻകാരിയുടെ മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഹാൻഡ് വർക്കിൽ തന്നെയുള്ള ബോർഡറും ആ പൗഡർ ബ്ലൂ ടോണിൽ ഒരു ക്രൂഷ്യോ ലേസ് വർക്കും വരുന്നുണ്ട്. ഒരു സിമ്പിൾ വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് സാരി. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാണ് വരിക. നല്ല ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. അറിയാലോ, ക്രഷ് ഓർഗൻസ ആകുമ്പോൾ നല്ല ഒരു ഫീലാണ് സാരി വരുന്നത്. ആ ഒരു ടർക്കിഷ് ഓർഗൻസയാണ് സാരിയുടെ ആ ഒരു ഫാബ്രിക് വരുന്നത്. അതിൽ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോർഡറാണ് സാരിക്ക് വരുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഞാൻ ഈ എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വരുന്നത് ആ ഒരു ക്രോഷ്യോ ലേസ് വർക്കാണ്. പൗഡർ ബ്ലൂയിലുള്ള ക്രോഷ്യോ ലേസ് വർക്ക് വന്നിട്ട് അത് കഴിഞ്ഞ് വരുന്നത് കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് സാരി. ക്രഷ്ഡ് ടർക്കിഷ് ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു റിച്ച് ലുക്കിലുള്ള നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നമുക്കൊരു വെഡിങ് പോലുള്ള ഫംഗ്ഷൻ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. കസിൻസിനെല്ലാം ഒരേപോലെ ഡിഫറെന്റ് കളേഴ്സിൽ ഡ്രേപ്പ് ചെയ്യാൻ, നല്ല യങ്സ്റ്റേഴ്സിനും കുറച്ചൊരു മിഡിൽ ഏജുകാർക്കും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ഇതാണ് സാരിയുടെ ആ ഒരു പല്ലു വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതേ പാറ്റേണിൽ തന്നെ ആ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ്. ബ്ലൗസിൽ വരുമ്പോൾ സ്ലീവിൽ സെയിം ഇതേ വർക്ക് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇത് വരുന്നത് ബേബി ഗേളിന് ആപ്റ്റ് ആയിരിക്കും. ബാപ്റ്റിസത്തിനെല്ലാം വരുമ്പോൾ ബേബി ഗേളിന്റെ ആ ഒരു കറക്റ്റ് കളക്ടോണിൽ തന്നെയാണ് സോഫ്റ്റ് ബേബി പിങ്കിലെ സാരി വന്നിരിക്കുന്നത്. സെയിം അതേ വർക്ക് തന്നെയാണ് വരുന്നത്. ഒരു ടർക്കിഷ് ഓർഗൻസയാണ്, ക്രഷ് ടർക്കിഷ് ഓർഗൻസയാണ് സാരിയുടെ മെറ്റീരിയൽ വന്നിട്ട് ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരിക. ബോർഡർ പറയുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ക്രോഷ്യോ ലേസ് വർക്കും ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും. ഓഫ് വൈറ്റിലാണ് ഒരു വർക്ക് വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ്. ആ ഒരു ട്രഡീഷണൽ ടൈപ്പിൽ തന്നെയാണ് ആ ലക്നോയി ചിക്കൻകാരി വർക്കിൽ തന്നെ ആയിരിക്കും. ഫുൾ ബോഡി പല്ലു വരുന്നതും റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം അതേ വർക്ക് തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരിക. നെക്സ്റ്റ് കളർ നല്ലൊരു സേജ് ഗ്രീൻ ആണ് സാരി വന്നത്. അക്വാ ഗ്രീനും സേജ് ഗ്രീനും കൂടി ബ്ലെൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ്. സെയിം അതേ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഫുൾ ആ ലക്നോയി ചിക്കൻകാരി വർക്കിന്റെ തന്നെ മോട്ടീവ്സ് വന്നിട്ട് സെയിം അതേ ഹാൻഡ് വർക്ക് തന്നെ ആയിരിക്കും. ബോഡി, ബോർഡർ ആൻഡ് സെയിം സ്റ്റൈൽ പല്ലു. ഇതാണ് മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ. അതേ വർക്ക് തന്നെ ആയിരിക്കും ബ്ലൗസിലും വരുന്നത്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് പേസ്റ്റൽ കളർ പാലറ്റിലാണ് എല്ലാ സാരീസും. ഇത് വരുന്ന പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ തന്നെ ആ ഒരു ടർക്കിഷ് ക്രഷ് ഓർഗൻസ ആണ് എല്ലാ സാരിയുടെ ഫാബ്രിക്. ആ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ ഫുൾ ആ ഒരു ചിക്കൻകാരി വർക്കിൽ തന്നെ ആയിരിക്കും സാരി വരുന്നത്. ആ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക് എല്ലാ സാരിക്കും വരുന്നുണ്ട്. ഒരു സ്കാറ്റേർഡ് ഫോമിലാണ് ആ സ്വീക്വൻസ് വർക്ക് വരുന്നത്. ഒട്ടും അങ്ങനെ ഫ്ലാഷി അല്ല. ഒരു ഓഫ് വൈറ്റിൽ തന്നെ വളരെ സെറ്റിലായിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്ക്. ക്രോഷ്യോ ലേസ് വർക്ക് അറ്റാച്ച്ഡ് ആണ്. ബ്യൂട്ടിഫുൾ പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലാവൻഡർ. ലാവൻഡർ വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈലിൽ തന്നെ ചിക്കൻകാരി വർക്ക് എല്ലാം സെയിം പാറ്റേൺ വിത്ത് ക്രോഷ്യോ ലേസ് വർക്ക്. അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ. മുന്താണി വരുന്നത് അതേ പാറ്റേണിൽ തന്നെ. ബ്ലൗസിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ഒരു വർക്ക് വരുന്നത്. അതിൽ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. നമ്മൾ നോർമലി ഗജ്ജി സിൽക്കിലെല്ലാം വരുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ബാന്തിനി വന്നിട്ട് അതിലൊരു ചെക്കേർഡ് പാറ്റേണിൽ ആ ഒരു സ്റ്റൈലിൽ സോഫ്റ്റ് പ്യുവർ സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ്. നല്ല കളറിൽ വന്നിരിക്കുന്നത്. പപ്പായ ഓറഞ്ചും സൺസെറ്റ് ഓറഞ്ചിലും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. എനിക്ക് ഒരു സാരി കണ്ടപ്പോൾ ഒരു ഗജ്ജി സിൽക്കിന്റെ ഒരു സാരിയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ആ ഒരു ഫീലിലാണ് സാരി വന്നിരിക്കുന്നത്. ടെക്സ്ചർ നല്ല ടെക്സ്ചറാണ്. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. ബാന്തിനി ഡിസൈൻസും അതിൽ ഒരു ഗോൾഡൻ സെറി ചെക്ക് ബി പാറ്റേണിൽ സിക്സ് ആഗ് വുമൺ സ്റ്റൈലിലും ഈ ഒരു പാറ്റേണിലും ആയിരിക്കും ബാന്തിനി ഡിസൈൻസ് വരുന്നത് സാരിയിൽ. സെറി വുമൺ സ്റ്റൈലിലുള്ള ചെക്ക് പാറ്റേണാണ് വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഒരു റെസ്റ്റിക് ടോണിലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ റെസ്റ്റിക് ടോണിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. സാരി നല്ല ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക് ആണ്. സോഫ്റ്റ് പ്യുവർ സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. ഒരു സെറി വുമൺ സ്റ്റൈലില് തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. അത് കഴിഞ്ഞും വീണ്ടും അതേ ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട് സാരിക്ക്. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെ വിത്തൗട്ട് ബോർഡർ ആണ്. ത്രൂ ഔട്ട് ദ സാരി ഇതേ ഒരു ഫീലിൽ തന്നെ ആയിരിക്കും വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളറും വീണ്ടും ഒരു ബ്ലെൻഡഡ് ടോണിൽ തന്നെ വന്നിരിക്കുന്നത്. ഒരു പേർപ്പിൾ ടോൺ വന്നിട്ടുണ്ട്, ലൈറ്റ് വയലറ്റ് വന്നിട്ടുണ്ട്, ഒരു ജാമുൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ആ ബാത്തിക് ഡിസൈനും സെയിം അതേ ഒരു ബാന്തിനി പ്രിന്റും ചെക്കേർഡ് പാറ്റേണിലായിരിക്കും. ഗോൾഡൻ സെറി വുമൺ സ്റ്റൈലിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്.
ഇതേ പാറ്റേൺ തന്നെയായിരിക്കും എൻറ്റയർ സാരി വരുന്നത് കേട്ടോ. മുന്താണി, ഇതാണ് സാരിയുടെ പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ലൊരു ഗ്രേ ആണ് സാരി വന്നിരിക്കുന്നത്. ഒരു പെൻസിൽ ഗ്രേ ആണ്. ഇതും ഒരു ബ്ലെൻഡഡ് ടോൺ ആട്ടോ. ഒരു ഗ്രേഷ് ബ്ലാക്കും ഗ്രേയും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഒരു ബാത്തിക് ഡിസൈൻസും. അതിലാണ് ഒരു ബാന്തിനി ഡിസൈൻ, ഗോൾഡൻ സെറിവോൺ ചെക്ക് പാറ്റേൺ. ആ ഒരു സെറിവോൺ സ്റ്റൈലിൽ തന്നെയുള്ള ഷോർട്ട് പല്ലു, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗജി സിൽക്കിന്റെ അതേ ഒരു ഫീലിൽ വരുന്ന സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. സെയിം സ്റ്റൈൽ അതേ ബാത്തിക് ഡിസൈൻ വരുന്നുണ്ട്. ഡ്യുവൽ ടോണിലായിരിക്കും സാരി വരുന്നത്. എല്ലാ സാരീസിലും ഒരു ബ്ലെൻഡഡ് കോമ്പിനേഷനിലാണ് സാരി, സിംഗിൾ കളറിലല്ല ബോഡി വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു റസ്റ്റിക് ടോണും ഒരു റാണി പിങ്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. അതേ ബാന്തിനി പ്രിന്റ്, ഗോൾഡൻ സെറിവോൺ ചെക്ക് പാറ്റേൺ, സെറിവോൺ സ്റ്റൈലുള്ള ഷോർട്ട് പല്ലു വിത്ത് ബ്ലൗസ്.